The name of the Lord be glorified. ഇന്ന് ഈ കർത്തൃദിവസത്തിൽ ദൈവജനത്തോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the privilege to be in your midst this morning. നാം പലവിധ പ്രയാസങ്ങളാൽ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരം നമ്മോട് കൂടെ ഉള്ളതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. Although we're going through many struggles, I thank the Lord for His comforting hand. പ്രത്യേകാൽ നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ൽ നാം വായിക്കുന്നു, നാം മരിച്ച് നമ്മളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. As we read in Colossians chapter 3 verse 4, it says, when Christ, who is our life, also appears, then you will also appear with Him in glory. പ്രത്യേകാൽ നാം തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ 5-16-17 വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നീട് ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഏവരും സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. And as we read in 1 Thessalonians chapter 4, for the Lord Himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God, and the dead in Christ will rise first. അപ്പോൾ നാം പ്രാരംഭത്തിൽ കേട്ടത് നമ്മൾ എല്ലാവരും മരിക്കുമെന്നാണ്. Initially we heard that all of us will at some day die. നാം മരിച്ചാൽ നമ്മളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുമെന്നാണ്. And when we die, our life will be hidden with Christ. എന്നാൽ നാം ഇന്ന് നമ്മുടെ മധ്യേ സ്വർഗോന്നതങ്ങളിലേക്ക് കടന്നുപോയ ആ വ്യക്തിയെ ഓർത്ത് നാം ദുഃഖിക്കുന്നുവെങ്കിലും ദൈവത്തിൽ വലിയ പ്രത്യാശയുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Although we're grieving the loss of the dear auntie, I thank God for the hope that we have in Him. അവരുടെ ഭവനത്തിലുള്ളവരെ എല്ലാവരെയും കർത്താവ് വളരെയധികം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. And may the Lord comfort and give hope to all the family members. നാം കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ when Christ shall come with the shout and the voice of an archangel, ക്രിസ്തുവിൽ മരിച്ചവരാണ് മുമ്പേ ഉയർത്തുന്നത്. The dead in Christ shall rise first. പിന്നീടാണ് ജീവനോടുള്ളവരായ നാം ഏവരും സ്വർഗോന്നതങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത്. And then afterwards all of us who are alive will be taken up into heaven. ഇപ്പോൾ സ്വസ്ഥമായ ഒരു സ്ഥാനത്തേക്ക് കടന്നുപോയി. And so she has gone to a peaceful place. ഇതുവരെ വളരെയധികം അസ്വസ്ഥതയാൽ ആ മാതാവ് ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. Up until this point she went through a lot of suffering. എന്നാൽ അസ്വസ്ഥതയൊന്നുമില്ലാത്ത ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് താൻ കടന്നുപോയി. But now she has gone to a place where there is no suffering. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. And therefore let us praise God for that. പ്രത്യേകാൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for all of you who are in attendance here today. പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for pastor. പ്രിയ ജോർജ് കുട്ടിച്ചാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for George and uncle. പിന്നെ ഇവിടെ പ്രിയ പിതാ അപ്പച്ചനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the dear Appachan. പിന്നെ പുറോട്ട് എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for everyone else here today. രണ്ട് വശത്തുമുള്ളവരെ ദൈവം അളവുകൂടാതെ അനുഗ്രഹിക്കുമാറാകട്ടെ. And may God bless you. പ്രത്യേകം നമുക്കൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. And let us turn our attention to the Bible. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37 തൊട്ടുള്ള വാക്യം വായിക്കാം. Hebrews chapter 10 verse 37 on. നാം മരിച്ചു, നമ്മളുടെ ജീവൻ നാം ഇവിടെ വായിക്കുന്ന ഇനി എത്ര അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും. For yet in a little while he who is coming will come and not tarry. താമസിക്കുകയില്ല. He will not tarry. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Now the just shall live by faith. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. But if anyone draws back, my soul has no pleasure in him. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല.
but we are not of those who draw back to perdition, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. but of those who believe to the saving of the soul. അപ്പോൾ നാശത്തിലേക്ക് പിന്മാറുന്ന വലിയൊരു ഗണത്തിന്റെ മധ്യത്തിലാണ് നാം വസിക്കുന്നത്. We live among a world where people are perishing. എന്നാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ആരാധിക്കുവാനുള്ള ഒരു അവസരം ദൈവം നൽകി. But God has given us an opportunity to come into His presence. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരാധിക്കുവാൻ ആരും ഇല്ലാത്ത ഒരു ചർച്ചാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചർച്ചാണല്ലോ. And this is a church that was built many years ago. എന്നാൽ അങ്ങനെ കിടന്നപ്പോൾ ദൈവം നമ്മെ ഇവിടേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. And this church was basically abandoned, but God brought us here. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സില്ലാത്ത തലമുറയിൽ നാം വന്നിരിക്കുകയാണ്. We have come to a time period where there are people who are not willing to worship God. അപ്പോൾ വളരെ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. ദൈവമേ ഈ തലമുറയെ മടക്കി വരുത്തണമേ. But tearfully we must pray that God makes those people return to Him. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ വചനം നാം വായിച്ചപ്പോൾ കർത്താവ് എത്രയും അല്പകാലം കഴിഞ്ഞ് വരുമെന്നാണ് നാം വായിച്ചത്. As we read in Hebrews, for yet in a little while He who is coming will come. കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഹർപ്പാസോ എന്ന് പറയുന്നതായ വാക്ക്, ഹട്സോ എന്ന് പറയുന്നതായ വാക്കുകളാണ്. In Greek, the words hapaso and hapa are used. Hapso are used to describe the return of the Lord, the second coming of the Lord. അപ്പോൾ അതിന്റെ അർത്ഥം കർത്താവിന്റെ രഹസ്യ വരവെന്നുള്ളതാണ്. And the meaning of that means the secret coming of Christ. അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയും. Or in other words, the rapture. അപ്പോൾ പിന്നീട് നാം മനസ്സിലാക്കുമ്പോൾ മഹത്വപ്രത്യക്ഷത, ആ മഹത്വപ്രത്യക്ഷതയ്ക്ക് പറൂസിയ, അപ്പോകാലിപ്സിസ്, എപ്പിപ്പാനിയ തുടങ്ങിയതായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And there is a different term for when He is revealed. Glorious appearance. അപ്പോൾ നാം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? കർത്താവ് വരും എന്നുള്ളതാണ്. But what have we understood from this? That Christ will come. എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. But God desires that we prepare ourselves for His coming. അപ്പോൾ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. And it is very important that we are taken up in His coming. ഇത്രയൊക്കെ നാം ചെയ്തിട്ട് എടുക്കപ്പെടാതിരുന്നാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? If we do all these things and we're not taken up, what then will be our situation? അപ്പോൾ എടുക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? But to be taken up, what must we do? ഒന്നാമതായിട്ട് നാം ക്രിസ്തുവിലായി തീരണം. Firstly, we must become in Christ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. When one is in Christ, he becomes a new creation. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നു. All the past things are gone. He is a new creature. അപ്പോൾ ക്രിസ്തുവിൽ ആയിത്തീർന്ന ഒരു വ്യക്തി രണ്ടാമതായിട്ട് ക്രിസ്തുവിനോടുകൂടെ നടക്കണം. And secondly, a person who is in Christ should walk with Christ. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ നടന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ജയകരമായ ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ പറ്റുകയുള്ളൂ. And only if we walk with Christ can we have a victorious Christian life. അപ്പോൾ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. Enoch walked with God and he was no more, for God took him. അപ്പോൾ നാം ദൈവത്തോടുകൂടെ നടന്നെങ്കിൽ മാത്രമേ നാമും എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. Only if we walk with God will we be taken up. പിന്നീട് നാം മൂന്നാമതായി വായിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. Thirdly, we must be people that do good. നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായിട്ടും ഉയർക്കും. Those who do good are set for life, and those who do evil are set for judgment. കോർന്നല്യോസ് അങ്ങനെ നന്മ പ്രവൃത്തികൾ ചെയ്യുകയും വളരെയധികം ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. We see that Cornelius was a faithful man who did good deeds. അപ്പോൾ തന്റെ ഹല്ലേലൂയ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെത്തി. And his prayer reached the heavens. അപ്പോൾ ഹല്ലേലൂയ നന്മ പ്രവൃത്തികൾ നാം ഒരിക്കൽ ചെയ്തുകൊണ്ട് നാം തൃപ്തിപ്പെടുവാനല്ല, തുടർന്നും നാം ചെയ്തെങ്കിലേ അതിന്റെ ഫലം നമുക്ക് കൊയ്യുവാനൊക്കെ ഉള്ളൂ.